കൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാൻ ഉവാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭഗവാൻ ഉവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 108 പ്രധാനപ്പെട്ട ശ്ലോകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. 5-ാമത്തെ ശ്ലോകം 2-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ്. നാം ഏവർക്കുമുള്ള സംശയമാണ് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജന്മമുണ്ടോ എന്നത്. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത് എന്ന ധാരണ വ്യക്തമായി ആർക്കും തന്നെ ഇല്ല. നാം ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിന് എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇത് ശാശ്വതമായ ഒരു ലോകമല്ല. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മോട് പറയുന്നു, ഈ ഭൗതിക ലോകം ദുഃഖാലയവും അശാശ്വതവുമാണെന്ന്. ഈ ഭൗതിക ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരത്തിന് എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കിത് ദർശിക്കുവാൻ സാധിക്കും. കുട്ടിയായും യുവാവായും വൃദ്ധനായും അയാൾ മാറുന്നു. എന്തിന്? നമ്മുടെ ഒരു പഴയകാല ചിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഭൗതിക ശരീരം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ക്രമേണയുള്ള ഈ മാറ്റം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മരണാനന്തരം എന്താണ് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ആർക്കും തന്നെ ഇല്ല. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ദേഹിനോ അസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലോട്ടും കടക്കുന്നത് പോലെ മരണശേഷം അത് മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി ഒരു സംഭ്രമവും ഉണ്ടാവുകയില്ല. കുട്ടിയായും യുവാവായും വൃദ്ധനായും ഭൗതിക ശരീരം രൂപാന്തരപ്പെടുമ്പോൾ അതിൽ കുടികൊള്ളുന്ന ഉടമസ്ഥനായ ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ ശരീരം ഉപയോഗശൂന്യമാകുമ്പോൾ ആത്മാവ് ആ പഴയ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നാം പുതിയവ ധരിക്കുന്നത് പോലെ ഉപയോഗശൂന്യമായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ആത്മാവ് മറ്റ് ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ഇതിനെ ദേഹാന്തര പ്രാപ്തി എന്ന് വിളിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരാൾ ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി തന്നു എന്നിരിക്കട്ടെ. കുറെ കാലം കഴിയുമ്പോൾ ആ മൊബൈൽ ഫോണിന് കേടുപാടുകൾ സംഭവിക്കുന്നു. അപ്പോൾ കേടുപാടുകൾ മാറ്റി വീണ്ടും നാം ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ മൊബൈൽ ഫോൺ പൂർണ്ണമായി നശിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ നാം നിർബന്ധിക്കപ്പെടുന്നു. ഇവിടെ ഉപഭോക്താവ് ഒരാളാണ്, എന്നാൽ മൊബൈൽ ഫോണുകൾ വ്യത്യാസമാണ്. ഇതുപോലെയാണ് ആത്മാവ് ശാശ്വതനാണ്. അത് ഭൗതികമായ ഒരു വസ്തുവല്ല. ആത്മാവ് കുടികൊള്ളുന്ന ഭൗതിക ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നശിക്കുമ്പോൾ, അത് ഉപയോഗശൂന്യമാകുമ്പോൾ ആത്മാവ് മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ഈ ഒരു ജ്ഞാനമുള്ള വ്യക്തി ധീരനാണ്. സമചിത്തനായ അയാൾക്ക് ശരീരത്തിന്റെ പരിണാമങ്ങളെ പറ്റിയോർത്ത് സംഭ്രമമുണ്ടാവില്ല. ഈ ശ്ലോകത്തിലെ അർജുനനെ പോലെയാണ് നാം ഏവരും. അർജുനൻ ഇവിടെ ഭീഷ്മരെയും ദ്രോണരെയും കുറിച്ചോർത്ത് വിലപിക്കുകയാണ്. എന്നാൽ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അവരെ കുറിച്ചോർത്ത് വിലപിക്കേണ്ട കാര്യമില്ല എന്ന്. കാരണം ധർമ്മയുദ്ധത്തിൽ അവർ ശരീരം വിടുകയാണെങ്കിൽ അവർക്ക് പുതിയ ചൈതന്യമുള്ള ശരീരം ലഭിക്കുന്നു. മാത്രവുമല്ല, ഭീഷ്മരും ദ്രോണരും മഹാന്മാരാണ്. മരണാനന്തരം അവർക്ക് ഒരു പക്ഷേ ആത്മീയ ശരീരം ലഭിച്ചേക്കാം. അല്ലെങ്കിൽ അവർക്ക് ഉപരിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ ഭൗതിക ശരീരങ്ങൾ ലഭിക്കുന്നു. എങ്ങനെയായാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല.
ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥകളെക്കുറിച്ച് പൂർണ്ണമായ അറിവുള്ള ഒരു വ്യക്തിയാണ് ധീരൻ. സമചിത്തനായ അയാൾക്ക് ഭൗതിക ശരീരത്തിന്റെ പരിണാമങ്ങളെക്കുറിച്ചോർത്ത് വ്യാമോഹമുണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ മരണമെന്നാൽ ഈ പരിണാമത്തിന്റെ അവസാന ഘട്ടം മാത്രമാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു എന്നേയുള്ളൂ. ജീവാത്മാവ് ഭഗവാന്റെ ശാശ്വതമായ അംശങ്ങളാണ്. എന്നാൽ അവ ശരങ്ങളാണ്. അവയ്ക്ക് ഭൗതിക പ്രകൃതിയിലോട്ട് പതിക്കുവാനുള്ള പ്രവണത കൂടുതലാണ്. എന്നാൽ മുക്തിക്ക് ശേഷം ജീവാത്മാവ് അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന സിദ്ധാന്തം തെറ്റാണ്. കാരണം ജീവാത്മാവിനെ ഒരിക്കലും തുണ്ടുതുണ്ടായി വിഭജിക്കുവാൻ സാധ്യമല്ല. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമാണ്. ഇത് പ്രതിഫലന സിദ്ധാന്തം വഴി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വെള്ളത്തിലെ ആകാശത്തിലെ പ്രതിബിംബത്തിൽ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്നു. നക്ഷത്രങ്ങളെ നമുക്ക് ജീവാത്മാവിനോട് ഉപമിക്കാം. സൂര്യചന്ദ്രന്മാരെ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനോടും. അർജുനൻ ജീവാത്മാക്കളുടെ പ്രതിനിധിയാണ്. അർജുനനെയും ഭഗവാനെയും നമുക്ക് ഒരേ തരത്തിൽ കാണുവാൻ കഴിയുകയില്ല. അർജുനൻ മായക്ക് വശംവദനാണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ മായക്ക് അതീതനാണ്. അദ്ദേഹത്തിന് മാത്രമേ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് അർജുനനെ ഉപദേശിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹം പരിപൂർണനാണ്. അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കലും നിരർത്ഥകമല്ല. ഹരേ കൃഷ്ണ, പ്രണാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.